ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഒരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു, മഞ്ഞുമൽ ബോയ്സ്. നിങ്ങളെല്ലാവരും ആ ഒരു സിനിമ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കണം. അപ്പോൾ ഇന്നലെ രാത്രിയാണ് ഞാൻ ആ ഒരു സിനിമ കണ്ടത്. അപ്പോൾ രാത്രി സിനിമ കണ്ടത് കൊണ്ട് എനിക്ക് നേരെ കിടന്ന് ഉറങ്ങാനായിട്ട് കഴിഞ്ഞില്ല. ആ ഒരു സിനിമയിലെ പല സീനുകളും മനസ്സിലിങ്ങനെ ഓർത്ത് കിടന്നത് കൊണ്ട് നേരെ എനിക്ക് ഉറങ്ങാനായിട്ട് കഴിഞ്ഞില്ല. ഞാൻ ഒരുപാട് സിനിമകൾ കാണാറുണ്ട്, പക്ഷേ മനസ്സിൽ ഒരുപാട് വിഷമം വരാറില്ല. പക്ഷേ ഈ ഒരു സിനിമ കണ്ട് വല്ലാതെ വിഷമമായിട്ടുണ്ട്. അറിയാതെ കണ്ണൊക്കെ നനഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിൽ ഓർമ്മ വന്നു. ആ ഒരു സിനിമയിലെ പല രംഗങ്ങൾ കണ്ടപ്പോൾ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ആ ഒരു ഭാഗവും അവനെയൊക്കെ ആ ഒരു കുഴിയിൽ നിന്നും ആ ഒരു ഗുഹയിൽ നിന്ന് കരയ്ക്ക് കയറ്റിയതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് പോയതിന് ശേഷം അവൻ വീട്ടിൽ വന്ന് അവൻ അത് പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് വിയർത്ത് ഞെട്ടി എണീക്കുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാനും ആ ഒരു സിറ്റുവേഷനൊക്കെ കഴിഞ്ഞ് വന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വീണ്ടും മനസ്സിൽ അതൊക്കെ ഓർത്ത് എനിക്ക് ഉറങ്ങാനായിട്ട് കഴിഞ്ഞില്ല ആ ഒരു സിനിമ കണ്ടിട്ട്. എന്നാലും സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു സിനിമ തന്നെയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നമുക്ക് ടെൻഷൻ അടുപ്പിച്ച് എന്ത് പറ്റും, അല്ലെങ്കിൽ അവനെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന് നമ്മൾ ആകാംക്ഷയോടുകൂടി കണ്ടിരുന്നു പോകുന്ന ഒരു സിനിമ തന്നെയാണ്. ആ ഒരു സിനിമയിൽ നല്ല രീതിക്കുള്ള മ്യൂസിക് ആയാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും അഭിനയത്തിലായാലും നല്ല രീതിയിൽ തന്നെയാണ് ആ ഒരു സിനിമയിൽ പറയാനായിട്ടുള്ളത്. മോശമായിട്ട് എനിക്ക് പറയാനായിട്ട് ഒന്നുമില്ല. അപ്പം ഇഷ്ടമല്ലാത്തവർക്കും ഉണ്ടാവും ഈ ഒരു സിനിമ കണ്ടിട്ട്. അപ്പോൾ എനിക്കെന്തായാലും നല്ല രീതിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അപ്പം അതിൽ ആക്ഷനും കാര്യങ്ങളൊന്നുമില്ല, അടിയും തല്ലും ബഹളങ്ങളൊക്കെ കുറവാണ്. കൂടുതലായിട്ടും മനസ്സിനെ വെപ്രാളപ്പെടുത്തുന്നതും പേടിപ്പെടുത്തുന്നതും അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ടെൻഷൻ അടിപ്പിക്കുന്ന ഒരുപാട് സീനുകളുണ്ട്. മനസ്സിന് ത്രില്ലടിപ്പിക്കുന്ന കുറച്ച് സീനുകളും ആ ഒരു സിനിമയിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കണ്ടിരിക്കാനായിട്ട് നല്ല രസം തന്നെയാണ് ആ ഒരു സിനിമ. തീർച്ചയായിട്ടും സ്റ്റുഡൻസ് ആയിട്ടുള്ള കുട്ടികളെല്ലാവരും ഈ സിനിമ കണ്ടിരിക്കേണ്ടതാണ്. കാരണം അങ്ങനെ പറയാനായിട്ട് കാരണം ഇപ്പം സ്റ്റുഡൻസ് ആയിട്ടുള്ളവരാണ് കൂടുതലും യാത്രകൾ ചെയ്യുന്നത്, ഇതുപോലെ ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്ത് പോകുന്നത്. എനിക്കും കൂട്ടുകാരൊക്കെ ഒത്ത് യാത്ര ചെയ്യാനായിട്ടാണ് കൂടുതലും ഇഷ്ടം. അപ്പം കൂട്ടുകാരുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ അവിടെ ഇതുപോലെയുള്ള ബോർഡുകൾ കാണും. അവിടെ പോകരുത്, അപകടം പിടിച്ച മേഖലയാണ്, അല്ലെങ്കിൽ അവിടെ ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ്, ഇറങ്ങരുത് എന്ന് ബോർഡ് വെച്ചിട്ടും ഇറങ്ങിപ്പോകുന്ന ചിലരുണ്ട്. പക്ഷേ അവിടുത്തെ കാഴ്ചകൾ എന്താണ്, അവിടെ എന്താണ് കാണാനായിട്ടുള്ളത് എന്നുള്ളൊരു ആകാംക്ഷയിലാണ് ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നത്. അതുപോലെയാണ് ഈ ഒരു സിനിമയിലും പോവാൻ പാടില്ലാത്തൊരു സ്ഥലത്തേക്ക് അവർ ചെല്ലുകയും അവിടെ ഒരു ഗുഹയിലേക്ക് ഒരു ഫ്രണ്ട് വീണു പോവുകയും പിന്നെ തുടർന്നുണ്ടാകുന്ന ഓരോ സീനുകളൊക്കെയാണ് ആ ഒരു സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മുടെയൊക്കെ മനസ്സിൽ ഗുഹ എന്ന് കേൾക്കുമ്പോൾ ഒരു ആഴത്തിലുള്ളൊരു കുഴിയാണ്. പക്ഷെ ആ ഒരു ഗുഹയിൽ ഗുണ എന്ന് പറയുന്ന ആ ഒരു ഗുഹയിൽ നല്ല രീതിക്കുള്ള ആഴത്തിലുള്ള കുഴിയും ഇടയ്ക്ക് ഇടുങ്ങിയ സ്ഥലങ്ങളും ഇടയ്ക്ക് നല്ല വീതിയിലുള്ള സ്ഥലങ്ങളും സൈഡിലൊക്കെ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല പാറക്കെട്ടോട് കൂടിയ സ്ഥലങ്ങളൊക്കെയാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ആ ഒരു ഗുഹയെ നല്ല രീതിക്ക് ആ ഒരു സിനിമയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ഗുഹ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലൊരു പേടി അനുഭവപ്പെടുന്നുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ വരുമ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ പേടി അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ രാത്രി കണ്ടത് കൊണ്ട് കുറച്ച് പേടി എനിക്കും അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ വന്നൊരു ഫ്രണ്ട് ഗുഹയിൽ വീണ് പോകുമ്പോൾ അതിൽ ആ കൂട്ടുകാർ കാണിക്കുന്ന ആ ഒരു വെപ്രാളം അത് വല്ലാത്തൊരു സീന് തന്നെയാണ്. ആദ്യം ഞാനും വിചാരിച്ചത് ആ കുഴിയിലേക്ക് വീഴുമ്പോൾ പറ്റിക്കാനായിട്ട് മാറി നിന്നതാണെന്നാണ് ഞാനും ആദ്യം കരുതിയിരുന്നത്. വിളിച്ച് അതിലേക്ക് ഒരു കല്ല് തട്ടി വീഴുമ്പോൾ ആ കല്ല് വീഴുന്ന ശബ്ദം കേട്ടിട്ടാണ് അത്രയും ആഴമുള്ളൊരു ഗുഹയാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പിന്നെ അവർ കിടന്ന് വിളിച്ച് അവസാനം ആ ഒരു ഗുഹയ്ക്കുള്ളിൽ നിന്നൊരു വിളി കേൾക്കുമ്പോഴാണ് എല്ലാവരുടെയും മനസ്സിലും സന്തോഷം തോന്നുന്നത്. പിന്നെ ഗുഹയിൽ വീണ ആ ഒരു ഫ്രണ്ടിനെ എടുക്കാനായിട്ടുള്ള ശ്രമത്തിൽ കയറൊക്കെ കെട്ടി ഇറക്കുന്നതും, അപ്പോൾ ഇറങ്ങാനായിട്ട് എല്ലാവർക്കും പേടി. ഫയർഫോഴ്സൊക്കെ വന്നിട്ടും ഇറങ്ങാനായിട്ട് എല്ലാവർക്കും പേടി. അങ്ങനെ ആ ഒരു കൂട്ടത്തിൽ നിന്ന ആ ഒരു ഫ്രണ്ടാണ് ആ ഒരു ഗുഹയിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ടെൻഷനും ആ ഒരു സീനും ഒക്കെ കാണുമ്പോൾ സത്യത്തിൽ നമ്മളെ മനസ്സിലൊരു വെപ്രാളം ഉണ്ടാവും. അവനെ പിടിക്കുന്ന സമയത്തുണ്ടാകുന്നൊരു സീനുണ്ട്. അവനെ കണ്ടിട്ട് ആ ഒരു ഗുഹയിൽ വീണവനെ രക്ഷിക്കാനായിട്ട് വേറൊരു ഫ്രണ്ട് ഇറങ്ങി അവനെ കാണുമ്പോൾ ഞാൻ കണ്ടു എന്ന് മുകളിലുള്ളവരെ വിളിച്ച് പറഞ്ഞിട്ട് അവനെ ആ ഒരു കയറിലൊക്കെ കെട്ടി അവൻ്റെ ദേഹത്ത് കെട്ടി അതിന് ശേഷം അവനെ തോളിലേക്ക് ഇടുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ആ സീൻ എത്തുമ്പം അവൻ വിചാരിക്കുന്നത് എന്നെ കൊല്ലാനായിട്ടോ അല്ലെങ്കിൽ എന്നെ പിടിക്കാനായിട്ടോ ആരോ വന്ന് എന്ന് കരുതി രക്ഷിക്കാൻ വന്ന കൂട്ടുകാരൻ്റെ കഴുത്തിലൊക്കെ കയറി പിടിക്കുന്ന ഒരു സീനുണ്ട്. അങ്ങനെ വീണ്ടും അവർ
കാല് തെറ്റി വീണ്ടും കുഴിയിലേക്ക് പോകുന്നു. അപ്പം കയറ് പിടിച്ച് കയറ്റുന്ന ഒരു പോലീസുകാരനൊക്കെ വീണ്ടും ആ ഒരു ഗുഹയിലേക്ക് വീണ് പോകാനായിട്ട് വരുന്നൊരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടാകുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവം ആണെന്ന് മനസ്സിൽ കരുതുമ്പോൾ, കണ്ടിരിക്കുമ്പോൾ അതൊക്കെ മനസ്സിൽ ഓർത്തിട്ടാണ് ഞാൻ ആ ഒരു സിനിമ കണ്ട് തീർത്തത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം മനസ്സിൽ ഒരുപാട് ടെൻഷൻ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു സിനിമയാണ്, എനിക്കൊരുപാട് ഇഷ്ടമായി. എന്തായാലും ഞാൻ ഒരു വട്ടം കൂടി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വട്ടം കൂടി ഞാൻ ആ ഒരു സിനിമ കാണും. അപ്പോൾ എല്ലാവരും കാണണം, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണം. കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനായിട്ട് കഴിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ റിവ്യൂ പോലെ ഇതുപോലൊരു വീഡിയോ ഇടുന്നത്. റിവ്യൂ ആയിട്ടൊന്നുമല്ല, എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയത് കൊണ്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടു എന്നേ ഉള്ളൂ. എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.